എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരം എന്നൊക്കെ കണ്ടിട്ട് ഡയറ്റിങ്ങിൻ്റെയോ എക്സസൈസിൻ്റെയോ ഒക്കെ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. മാസ്, വെയിറ്റ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായ എന്നാൽ വളരെ ചിന്തിപ്പിക്കുന്ന പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ ലക്ഷ്യം. ചന്ദ്രനിൽ പോയാൽ ഭാരം കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്? ഭാരക്കുറവ്, ഭാരമില്ലായ്മ ഒക്കെ എപ്പോൾ അനുഭവപ്പെടും? ഇതൊക്കെ അറിയാം ഇന്നത്തെ സൈക്കാർലം വീഡിയോയിൽ. ആദ്യം എൻ്റെ വെയിറ്റ് ഈ സ്കെയിലൊന്ന് അളന്ന് നോക്കാം. ഏകദേശം 63 കിലോ ഉണ്ട്. ഇനി ഇതേ സ്കെയിലിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് നോക്കിയാൽ ഈ വെയിറ്റിന് വ്യത്യാസം വരുമോ എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ലിഫ്റ്റിന് മുന്നിലാണുള്ളത്. ഇനി ലിഫ്റ്റിനുള്ളിൽ കയറിയിട്ട് താഴോട്ടും മുകളിലോട്ടും പോകുമ്പം വെയിറ്റിന് എന്ത് വ്യത്യാസം വരുമെന്ന് നമുക്ക് നോക്കാം. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്നും കൂടെ തൂക്കി നോക്കാം. ഇപ്പോൾ മുമ്പേ കണ്ട 63 കിലോ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഇപ്പോൾ ലിഫ്റ്റ് നീങ്ങി തുടങ്ങുമ്പോൾ കാണാം വെയിറ്റ് കുറഞ്ഞ് 60-ന് താഴെ വരെയൊക്കെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നോർമൽ 63 തന്നെയാണ്. പിന്നെ താഴെ എത്തി ലിഫ്റ്റ് നിൽക്കാൻ പോകുമ്പോൾ അത് കൂടി 70-നടുത്ത് വരെ എത്തുന്നു. ലിഫ്റ്റ് നിന്ന് കഴിയുമ്പോൾ വീണ്ടും നോർമലായി. ഇനി നമുക്ക് തിരിച്ച് മേലേക്ക് തന്നെ പോയി നോക്കാം. ഇപ്പോഴും കാണാം ലിഫ്റ്റ് നീങ്ങി തുടങ്ങുമ്പോൾ വെയിറ്റ് കൂടി 68 വരെയൊക്കെ എത്തുന്നു. അത് കഴിഞ്ഞ് അത് നോർമലാവും. പിന്നെ ലിഫ്റ്റ് മേളിലെത്തി നിൽക്കാൻ പോകുമ്പോൾ വെയിറ്റ് കുറഞ്ഞ് 60-ന് താഴെ വരെയൊക്കെ എത്തുന്നു. പിന്നെ അത് ലിഫ്റ്റ് നിന്ന് കഴിയുമ്പോൾ വീണ്ടും നോർമലായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലിഫ്റ്റിൽ മേലോട്ട് താഴോട്ട് പോയപ്പോൾ വെയിറ്റിന് വ്യത്യാസം വന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതേപോലത്തെ വെയിങ് സ്കെയിലിൽ എന്താണ് മെഷർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിൽ നമ്മളിങ്ങനെ ബലം കൊടുത്താൽ അതിൽ വെയിറ്റ് കാണിക്കും. ഇത് അളക്കുന്നത് ഇങ്ങനത്തെയുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ബലമാണ്. നമ്മൾ മുകളിൽ കയറി നിൽക്കുമ്പോൾ എന്ത് ബലമാണ് ഇത് അളക്കുന്നത്? നമ്മുടെ പുറത്ത് ഭൂമി ഉണ്ടാക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഈ സ്കെയിൽ അളക്കുന്നത്. അതാണ് വെയിറ്റ്. കിലോഗ്രാം ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ് ഇതിൻ്റെ യൂണിറ്റ്. 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിൻ്റെ ഭൂമിയിലെ വെയിറ്റ് ഏകദേശം 10 ന്യൂട്ടൺ അല്ലെങ്കിൽ 1 കിലോഗ്രാം ഫോഴ്സ് ആണ്. ഞാനിപ്പോൾ 1 കിലോഗ്രാം മാസ് എന്ന് പറഞ്ഞില്ലേ? എന്താണ് മാസ്? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കാണിക്കുന്ന മാസ് അല്ല കേട്ടോ, ഫിസിക്സിലെ മാസ്. മലയാളത്തിൽ പിണ്ഡം എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പദാർത്ഥത്തിൻ്റെ അളവാണ് നമ്മുടെ മാസ്. അതായത് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള തന്മാത്രകൾ, അതിലുള്ള കണങ്ങൾ, അതിലുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നിവയുടെ മാസിൻ്റെ ആകത്തുക. നമ്മൾ ചന്ദ്രനിൽ പോയാൽ നമ്മുടെ വെയിറ്റ് കുറയും, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള പദാർത്ഥത്തിൻ്റെ അളവ് കുറയുന്നില്ലല്ലോ. അതായത് മാസ് കുറയുന്നില്ല. മാസ് എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള പദാർത്ഥത്തിൻ്റെ അളവും വെയിറ്റ് ഗുരുത്വാകർഷണം മൂലം നമുക്ക് അനുഭവപ്പെടുന്ന ആ ബലവുമാണ്. വെയിറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും, പക്ഷേ മാസ് എപ്പോഴും സെയിം ആയിരിക്കും. മാസ് കൂടുതലുള്ള വസ്തുവിന് വെയിറ്റ് കൂടുതലായിരിക്കും. ഗുരുത്വാകർഷണ ബലം F=mg എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ F=ma എന്ന സെക്കൻഡ് ലോ ഓഫ് മോഷൻ, രണ്ടാം ചലന നിയമം തന്നെയാണിത്. G എന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ കാരണമുള്ള ആക്സലറേഷൻ 9.8 m/s². M വസ്തുവിൻ്റെ മാസ് കൂടുതലുള്ള വസ്തുവിന് ഗ്രാവിറ്റി കാരണമുള്ള ബലം, അതായത് വെയിറ്റ് കൂടുതലായിരിക്കും. നമുക്കറിയുന്ന കാര്യം തന്നെയാണിത്. ചന്ദ്രനിൽ പോയാൽ അവിടെ ഗ്രാവിറ്റി കുറവാണ്, അതായത് G കുറവ്. അപ്പോൾ വെയിറ്റും കുറവായിരിക്കും. ഇനി ഭൂമിയിൽ തന്നെ അതിൻ്റെ പ്രതലത്തിലായിരിക്കും ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ. ഭൂമിയിൽ നിന്ന് നമ്മൾ കൂടുതൽ അകന്നകന്ന് പോകുമ്പോൾ ഗ്രാവിറ്റി കുറയും. അപ്പോൾ നല്ല പൊക്കമുള്ളൊരു കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിൽ പോയി തൂക്കി നോക്കിയാൽ നമുക്ക് ഭാരം കുറവായിരിക്കും. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി നോക്കിയാൽ എനിക്ക് വെയിറ്റ് താഴത്തേതിലും 17 ഗ്രാമോളം കുറവായിരിക്കും. ഇനി 10 കിലോമീറ്റർ മുകളിലൂടെ പറക്കുന്ന ഒരു വിമാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 200 ഗ്രാം കുറവായിരിക്കും. അതേപോലെ തന്നെ ഭൂമിയുടെ പല ഭാഗത്തും ഗുരുത്വാകർഷണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ ഭാരത്തിനും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അത്ര കാര്യമായ വ്യത്യാസമൊന്നും അല്ല കേട്ടോ ഇത്. ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് ഗ്രാംസൊക്കെ നമ്മുടെ ഭാരത്തിൽ ഇതേപോലെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഈ വെയിങ് സ്കെയിലൊക്കെ വെയിറ്റാണ് മെഷർ ചെയ്യുന്നത്. അത് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് മാറും. ഭൂമിയിൽ വെച്ചുള്ളതിൻ്റെ 1/6 വെയിറ്റ് മാത്രമേ ചന്ദ്രനിൽ വെച്ച് അളന്നാൽ ഉണ്ടാവൂ. അപ്പോൾ 10 കിലോ അരി ഇവിടുന്ന് കൊണ്ടുപോയി ചന്ദ്രനിൽ വെച്ച് നോക്കിയാൽ 2 കിലോയിൽ താഴെ കാണും. ഈ വ്യത്യാസം ഒഴിവാക്കാൻ എന്താണ് വഴി? നമുക്ക് ഭൂമിയിലും ചന്ദ്രനിലും ഒരേ അളവ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യും?
അതായത് വെയിറ്റിന് പകരം മാസ് അളക്കുന്ന ഒരു സാധനം വേണം. എന്തായിരിക്കും അത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഉത്തരം സിമ്പിളാണ്, എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് ലിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തുകൊണ്ടായിരിക്കും എൻ്റെ വെയിറ്റ് മാറിയത്? ഹൈറ്റ് വ്യത്യാസം കാരണമല്ല. കാരണം താഴേക്ക് പോകുമ്പോഴും മുകളിലേക്ക് വരുമ്പോഴും വെയിറ്റ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് ഗ്രാം വ്യത്യാസം കാണാൻ തന്നെ ബുർജ് ഖലീഫയുടെ ഉയരത്തിലൊക്കെ പോകണം ഹൈറ്റ് കാരണം പറഞ്ഞെങ്കിൽ. നമുക്ക് ആ പരീക്ഷണത്തിൻ്റെ ചെറിയൊരു വേർഷൻ ഇവിടെ ചെയ്ത് നോക്കാം. ഈ വെയിങ് സ്കെയിലിൽ ഒരു ആപ്പിൾ വെക്കാം. ഗുരുത്വാകർഷണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആപ്പിളൊക്കെ വേണമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 60 ഗ്രാമാണ്. ഇനി ഇതിനെ താഴോട്ട് മുകളിലേക്കും കൊണ്ടുപോയാൽ മുമ്പ് ലിഫ്റ്റിൽ കണ്ടതിന് സമാനമായ സംഭവം ഉണ്ടാവുമെന്ന് നോക്കാം. താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ആദ്യം കുറഞ്ഞ 40 വരെയൊക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ അത് നിർത്തുമ്പോൾ കൂടി 80 വരെയൊക്കെ പോയിട്ട് പിന്നെ നോർമലാവും. മുകളിലേക്ക് വരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ മെല്ലെയാണ് താഴേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ വ്യത്യാസം കാണില്ല. ഏകദേശം 60-ന് തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഇതിനെ സിമ്പിളായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് കാറിലോ മറ്റ് വാഹനത്തിലോ ഒക്കെ സഞ്ചരിക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കാം. കാറ് മുൻപിലേക്ക് ആക്സിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അതേപോലെ കാറ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഒന്നാം ചലന നിയമത്തിൻ്റെ ഭാഗമാണ് ഈ ഇനേഷ്യ. ന്യൂട്ടൻ്റെ നിയമം എന്ന് പറയുമ്പോൾ ന്യൂട്ടൻ അങ്ങനെ നിയമം ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്നല്ല കേട്ടോ. പ്രകൃതി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും മനസ്സിലാക്കി അദ്ദേഹം അത് ഒരു നിയമമായി എഴുതി വെച്ചതാണ്. ഈ കാറിൽ പോകുമ്പോൾ ആക്സലറേറ്റ് അല്ലെങ്കിൽ ഡീസലറേറ്റ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സിന് സമാനമായി ലിഫ്റ്റിൽ പോകുമ്പോഴും ഉണ്ടാവും. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് താഴോട്ട് ഗ്രാവിറ്റി കാരണമുള്ള ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് അനുഭവപ്പെടുന്നതെന്നാണ്. ഈ ബലമാണ് വെയിങ് സ്കെയിൽ അളക്കുന്നത്. ലിഫ്റ്റ് അനങ്ങാതെ നിൽക്കുമ്പോൾ ഈ ഫോഴ്സ് മാത്രമാണുള്ളത്. കാറ് മുന്നോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നോട്ട് ഫോഴ്സ് അനുഭവപ്പെടുന്ന പോലെ ലിഫ്റ്റ് താഴോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ഈ വെയിങ് സ്കെയിലിൽ താഴേക്കുള്ള ഫോഴ്സ് കുറച്ച് കുറയും. അതുകൊണ്ട് അത് കാണിക്കുന്ന ഭാരവും കുറയും. ഇനി ലിഫ്റ്റ് താഴെ എത്തി ഡീസലറേറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പം സ്കെയിലിലുള്ള ഫോഴ്സ് കൂടും. അങ്ങനെ അത് കാണിക്കുന്ന വെയിറ്റും കൂടും. ലിഫ്റ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ തന്നെയാവും. മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആക്സലറേറ്റ് ചെയ്യുമ്പോൾ താഴേക്കുള്ള ഫോഴ്സ് കൂടും, ബ്രേക്ക് ചെയ്യുമ്പോൾ കുറയും. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്നാൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വെയിറ്റിലുള്ള ഈ മാറ്റം കാണാനാവുക. ലിഫ്റ്റ് ഒരേ സ്പീഡിൽ താഴോട്ടോ മുകളിലേക്ക് പോകുമ്പോൾ സാധാരണ വെയിറ്റ് തന്നെയാണ് കാണുന്നത്. നമ്മുടെ പരീക്ഷണത്തിൽ നോക്കി കാണാം, ആദ്യം ആക്സലറേറ്റ് ആകുമ്പോൾ വെയിറ്റ് മാറും, പിന്നെ അത് നോർമലാവും. ഇപ്പോൾ ലിഫ്റ്റ് ഒരേ വേഗത്തിൽ പോവുകയാണ്. പിന്നീട് ബ്രേക്ക് അല്ലെങ്കിൽ ഡീസലേറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും വ്യത്യാസം വരുന്നത്. ഇത് നമുക്ക് ഓടുന്ന വാഹനത്തിൽ ഇരിക്കുന്ന കാര്യം ഓർത്താൽ തന്നെ മനസ്സിലാവും. ആക്സലറേറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് അനുഭവപ്പെടൂ. വാഹനം ഒരേ വേഗത്തിൽ പോവുകയാണെങ്കിൽ സുഖകരമായി സാധാരണ പോലെ നമുക്ക് അതിനുള്ളിൽ ഇരിക്കാം. ഇത് ഇൻട്രൂവിംഗ് ആയൊരു കൺസെപ്റ്റാണ്. ഒരേ വേഗത്തിൽ പോകുമ്പോഴും അനങ്ങാതെ ഇരിക്കുമ്പോഴുമുള്ള ഫിസിക്സ് ഒരേപോലെയാണ്. ശരിക്കും സ്പീഡല്ല, വെലോസിറ്റി, പ്രവേഗം എന്നാണ് കറക്റ്റ്. അപ്പോൾ ഭാരം അഥവാ വെയിറ്റ് എന്താണെന്നും അതിന് എപ്പോഴൊക്കെ മാറ്റങ്ങൾ വരാമെന്നും മനസ്സിലായല്ലോ. ഇനി ഭാരമില്ലായ്മ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വഴി ഗ്രാവിറ്റി ഇല്ലാത്ത ഒരിടത്ത് പോവുക എന്നതാണ്. അതായത് ഭൂമിയിൽ നിന്നും വളരെ ദൂരെ ബഹിരാകാശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭാരമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കാം. എന്നാൽ ഭൂമിയിൽ തന്നെ ഭാരമില്ലായ്മ അനുഭവിക്കാൻ കഴിയുമോ? നമ്മളിപ്പോൾ കണ്ടു ലിഫ്റ്റ് താഴോട്ട് ആക്സലറേഷൻ ഉള്ളപ്പോൾ ഭാരം കുറയുമല്ലേ. അപ്പോൾ ഈ താഴോട്ടുള്ള ആക്സലറേഷൻ കൂട്ടിയാൽ ഭാരം വീണ്ടും വീണ്ടും കുറയും. അങ്ങനെ ആക്സലറേഷൻ കൂട്ടി 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആകുമ്പോൾ ഭാരമില്ലായ്മയാകും. അതായത് നമ്മുടെ ആക്സലറേഷൻ ഗ്രാവിറ്റിയുടെ ആക്സലറേഷന് തുല്യം. ഇതിനെയാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അതായത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടിയാൽ ഗ്രാവിറ്റി കാരണം നമ്മൾ താഴോട്ട് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ ആക്സലറേഷനായി വീഴും. അപ്പോൾ താഴെ എത്തുന്നത് വരെ നമ്മൾ ബഹിരാകാശത്തിന് സമാനമായ ഭാരമില്ലായ്മ അനുഭവിക്കും. താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ അനുഭവിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ്, മാസ് എന്നിവ തമ്മിലുള്ള വ്യത്യാസവും ലിഫ്റ്റിൽ വെയിറ്റ് വ്യത്യാസം വന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. പുസ്തകത്തിലൊക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ എക്സ്പ്രഷനാണ് ഉണ്ടാവുക. ഇവിടെ സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ചന്ദ്രനിലും ഭൂമിയിലും ഒരേ തൂക്കം കാണിക്കാൻ എന്ത് ഉപയോഗിക്കണം? അത് പറയും മുമ്പ് ഒരു കാര്യം കൂടി. മറ്റൊന്നുമല്ല, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സയൻസും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഉത്തരം തുലാസ് എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ശരിയാണ്. സാധാരണ ഇതേപോലത്തെ സ്പ്രിംഗ് സ്കെയിലൊക്കെ ഫോഴ്സ് വരുമ്പോൾ സ്പ്രിംഗ് എത്ര വലിയും അല്ലെങ്കിൽ എത്ര ചുരുങ്ങും എന്ന് നോക്കിയിട്ടാണ് വെയിറ്റ് പറയുന്നത്. അപ്പോൾ അത് ഗ്രാവിറ്റി മാറുമ്പോൾ ആ ഫോഴ്സ് മാറും, വെയിറ്റും മാറും.
എന്നാൽ തുലാസിലാണെങ്കിൽ രണ്ട് സാധനങ്ങളുടെ വെയിറ്റ് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കട്ടി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തൂക്കേണ്ടത് കമ്പയർ ചെയ്യും. ഈ സെറ്റപ്പ് ചന്ദ്രനിലോ ഗ്രാവിറ്റി ഉള്ള എവിടെ കൊണ്ടുപോയാലും ഒരേ തൂക്കം തന്നെയാവും കാണിക്കുക. കാരണം ഈ വെയിറ്റിന് വരുന്ന വ്യത്യാസം രണ്ട് സൈഡിലുള്ള വസ്തുക്കൾക്കും ഒരേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒന്നുകൂടെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം അഭിപ്രായങ്ങൾ കമൻസായി എഴുതാം. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ കാണും വരെയും ഗുഡ് ബൈ.